ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഫോറക്സ് ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ്. നമ്മൾ സ്കാൽപ്പർ ബോട്ട് എങ്ങനെയാണ് MT5 ബോട്ട് എങ്ങനെയാണ് നിങ്ങളുടെ MT5ൻ്റെ ലൈവ് അക്കൗണ്ടിലേക്ക് ആക്റ്റീവ് ചെയ്യേണ്ടത്, ഞാൻ എന്തെല്ലാം ആണ് ഇത് ആക്റ്റീവ് ആക്കുന്നതിന് മുമ്പ് ചെയ്യാറ് എന്നൊക്കെയാണ് ഇന്ന് പറയുന്നത്. തീർച്ചയായും ഈ ഒരു സ്റ്റെപ്പുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈവ് അക്കൗണ്ടിലേക്ക് ഇത് ആക്റ്റീവ് ആക്കാൻ പറ്റും. അപ്പോൾ ലൈവ് അക്കൗണ്ടൊക്കെ ആക്റ്റീവ് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെമോ അക്കൗണ്ടിൽ ലഭിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഒരു ടെലഗ്രാം ചാനലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. ലൈവ് അക്കൗണ്ടിലേക്ക് എനിക്ക് എൻ്റെ റെഫറൽ എടുത്ത ആൾക്ക് ഞാൻ ബോട്ടിൻ്റെ ഫയൽ അയച്ചു കൊടുത്തിട്ടുണ്ട്. A to Z സ്കാൽപ്പർ MT5 ബോട്ട് ലൈവ് എന്ന് പറഞ്ഞ ഫയൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് XNS അല്ലെങ്കിൽ അൽപ്പാരി അല്ലെങ്കിൽ സ്റ്റാർ അതിലേതെങ്കിലും എൻ്റെ റെഫറൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്കത് അതിൽ ഡെപ്പോസിറ്റ് ചെയ്ത ശേഷം എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ ഞാനത് ലൈവ് അക്കൗണ്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. ലൈവ് ബോട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അത് കിട്ടിയതിന് ശേഷം എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്കാൽപ്പർ ബോട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്യാം. സേവാസ് കൊടുത്തിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അത് കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങൾ MT5ലേക്ക് വരിക. MT5ൽ വന്ന ശേഷം ഫയൽ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോവുക. ഇങ്ങനെ MT5 നിങ്ങൾക്ക് അറിയാമല്ലോ, ഇങ്ങനെ ഓപ്പൺ ആയിട്ടുണ്ടാവും. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട സ്ക്രിപ്റ്റ്, നിങ്ങൾ ഏതിലാണ് ട്രേഡ് ചെയ്യുന്നത് ആ സ്ക്രിപ്റ്റ് നിങ്ങൾ ഇവിടെ ആഡ് ചെയ്ത് വെക്കുക. വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് വെക്കുക. ഇവിടെ XAUSD ഉണ്ട്, EURUSD ഉണ്ട്, NSD/USD ഉണ്ട്. അപ്പോൾ അതുപോലെ US ഓയിൽ ആണെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ഇന്നിപ്പോൾ ഫോറക്സ് മാർക്കറ്റ് ഇന്ന് ഓഫാണ്. അതുപോലെ ക്രിപ്റ്റോ മാർക്കറ്റ് ഉണ്ടാവും. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്ന് ഫോറക്സ് മാർക്കറ്റ് അവധിയാണ്. അപ്പോൾ ഇതിൽ ജസ്റ്റ് കാണിച്ചു തരാം എങ്ങനെയാണ് ആക്റ്റീവ് ആക്കേണ്ടത്. ഈ സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്താൽ മതി. അതിനുശേഷം ഫയൽ എന്ന് പറഞ്ഞ ഭാഗത്ത് പോവുക, ഓപ്പൺ ഡാറ്റ ഫോൾഡർ പോവുക, ശേഷം MQL5 എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോവുക, അതിനുശേഷം എക്സ്പേർട്ടിൽ പോവുക. നെക്സ്റ്റ് നമ്മൾ കോപ്പി ചെയ്ത ആ ഒരു ഫയൽ നമ്മൾ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഇങ്ങനെ കാണാം A to Z സ്കാൽപ്പർ MT5 ബോട്ട് ലൈവ് എന്ന് കാണാം. നിങ്ങളിത് മൊബൈലിൽ ചെയ്യാൻ കഴിയില്ല, കമ്പ്യൂട്ടറിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നും കൂടി ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഇത് ക്ലോസ് ചെയ്യുക. അതിനുശേഷം ഇവിടെ വന്നിട്ട് ഇത് റിഫ്രഷ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബോട്ട് MT5ൽ വന്നിട്ട് കാണാം. ഇത് ഓക്കെ, A to Z സ്കാൽപ്പർ MT5 ബോട്ട് ലൈവ് എന്ന് കാണാം. അത് നിങ്ങൾ ഇത് ആക്റ്റീവ് ആക്കുന്നതിന് മുമ്പ് നിങ്ങളിവിടെ ആൽഗോ ട്രേഡിംഗ് എന്നുള്ളത് ഓണായി കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഏത് സ്ക്രിപ്റ്റാണ് ഇവിടെ വെച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് ഏതിലാണ് ട്രേഡ് ചെയ്യേണ്ടത് അത് നിങ്ങൾ നോക്കുക. അതിനിപ്പോൾ ഗോൾഡിലാണെങ്കിൽ ഗോൾഡ് എടുക്കുക. ഇനി ഈ NSD/USD ആണെങ്കിൽ NSDയിൽ ചാർട്ട് ഓപ്പൺ കൊടുക്കുക. അതിനുശേഷം M1 എന്ന് പറഞ്ഞ ടൈം ഫ്രെയിമിലേക്ക് വരും. ഇപ്പോൾ NSD/USD ആണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഈ ഒരു സ്കാൽപ്പർ ബോട്ട് നിങ്ങൾക്ക് ഡബിൾ ക്ലിക്ക് കൊടുക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഈ ചാർട്ടിലേക്ക് നിങ്ങൾക്ക് വലിച്ചിങ്ങനെ ഇടാം. ഓക്കെ, അതിനുശേഷം ഹലോ ആൽഗോ ട്രേഡിംഗ് ഓണായി കൊടുക്കണം. പിന്നെ ഇൻപുട്സ് ആണ് ഇവിടെ വളരെ വളരെ പ്രധാനം. നിങ്ങൾക്ക് ട്രേഡ് ഡയറക്ഷൻ എന്നുണ്ടാവും. അതിൽ ബൈ ഓൺലി ഉണ്ടാവും, സെൽ ഓൺലി ഉണ്ടാവും. അപ്പോൾ ഞാൻ പേഴ്സണലായിട്ട് എടുക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ട്രെൻഡ് നോക്കിയിട്ട് മാത്രമേ ഈ ഒരു ബോട്ട് ഞാൻ വർക്ക് ചെയ്യിക്കുള്ളൂ. അപ്പോൾ നിങ്ങളും ട്രെൻഡിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നോക്കുക. ട്രെൻഡിൻ്റെ ഓപ്പോസിറ്റ് ആണെങ്കിൽ നമ്മുടെ അക്കൗണ്ട് വരെ വാഷ് ഔട്ട് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ട്രെൻഡ് ഞാൻ നോക്കുന്ന രീതിയാണ് പറയുന്നത്. ട്രെൻഡ് ഞാൻ നോക്കുന്നത് 4 അവർ ക്യാൻഡിൽ വെച്ചിട്ടാണ്, 4 അവർ ചാർട്ട് വെച്ചിട്ടാണ് ഞാൻ നോക്കുന്നത്. 4 അവറിലേക്ക് വരും. അതിനുശേഷം ഞാൻ ലൈൻ ചാർട്ട് ഓപ്പൺ ആക്കും. അതിനുശേഷം ഞാൻ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ മുകളിലേക്കോ താഴേക്കോ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ട്രെൻഡ് അനുസരിച്ചായിരിക്കും പോകും. അപ്പോൾ ഇവിടെ ഈ NSD/USD ഇതുവരെ ഈ ഒരു റാലി ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, ഇവിടെ ഈ ഒരു 4 അവറിൻ്റെ ഇത് ഒരു ക്യാൻഡിൽ ക്ലോസ് കിട്ടിയപ്പോൾ അതിന് ഇങ്ങനെ മാർക്ക് ചെയ്ത ശേഷം നമ്മൾ ക്യാൻഡിലേക്ക് വരുമ്പോൾ, ലൈൻ ചാർട്ടിൽ നിന്ന് ക്യാൻഡിലേക്ക് വരുമ്പോൾ ഒരു 4 അവറിലെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് ഞാൻ ബൈ ഓൺലി ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ബോട്ടിൽ വന്നിട്ട് ബൈ ഓൺലി കൊടുക്കും. അതിനുശേഷം സ്റ്റാർട്ടിലോട്ട് 0.01 ലോട്ടി മൾട്ടിപ്ലയർ മാക്സിമം നിങ്ങൾ കൊടുക്കാതിരിക്കായിരിക്കും തുടക്കത്തിൽ നല്ലത്. ഞാൻ സാധാരണയായിട്ട് റിസ്ക് കുറച്ചാണ് ചെയ്യാറ്. 0.1 എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ലോട്ട് മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളതിനനുസരിച്ച് കൊടുക്കാം. 1 കൊടുക്കുകയാണെങ്കിൽ ഈ നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ഗ്യാപ്പ് അനുസരിച്ച്, ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഗ്രിഡ് ഗ്യാപ്പ് 100 എന്നാണ്. അപ്പോൾ 100 പിപ്പ് നമുക്ക് വ്യത്യാസത്തിൽ ലോട്ട് ഇവിടെ 0.01 ഉള്ളത് ഇവിടെ ലോട്ട് മൾട്ടിപ്ലയർ 1 കൊടുക്കുകയാണെങ്കിൽ 0.01 തന്നെ ആയിരിക്കും നെക്സ്റ്റ് എടുക്കുക. എന്നാൽ ഇവിടെ 2 കൊടുക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ലോട്ട് എന്ന് പറഞ്ഞത് 0.02 ആയിരിക്കും. അതിൻ്റെ പിന്നത്തെ ലോട്ട് എന്ന് പറയുമ്പോൾ 0.04 ആയിരിക്കും. അങ്ങനെ മൾട്ടിപ്പിൾ ചെയ്തായിരിക്കും പോകുന്നത്. അപ്പോൾ റിസ്ക് കൂടുതലായിരിക്കും. അക്കൗണ്ടൊക്കെ വാഷ് ഔട്ട് ആവാൻ സാധ്യത കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ റിസ്ക് നോക്കിയ ശേഷം മാത്രം ഇത് ചെയ്യുക. അപ്പോൾ എപ്പോഴും നിങ്ങൾ തുടക്കത്തിൽ ഇവിടെ
1 കൊടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം എല്ലാ സ്റ്റെപ്പും എല്ലാ ഗ്രിഡും നിങ്ങൾക്ക് 0.01 ആയിട്ട് തന്നെ കിട്ടുക. ഓക്കെ, അപ്പോൾ അത് ചെയ്യാം. അതുപോലെ തന്നെ ഇനി കറൻസിയിലൊക്കെ ആണെങ്കിൽ 1.5 കൊടുത്താലും 1.2 കൊടുത്താലൊക്കെ നിങ്ങൾക്കിത് നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം നമ്മൾ ട്രെൻഡ് അനുസരിച്ചാണ് നോക്കുന്നത്. അതുപോലെ ഗ്രിഡ് ഗ്യാപ്പ് നിങ്ങൾക്ക് ഇപ്പോൾ പിപ്പുകൾ നോക്കുക. പിപ്പ് ഇവിടെ ചിലപ്പോൾ നമ്മൾ ഫസ്റ്റ് കൊടുക്കുമ്പോൾ ഒരുപാട് ഇപ്പോൾ 100 കൊടുക്കും. ചില ബ്രോക്കറിൽ 100 കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വ്യത്യാസം വളരെ നമുക്ക് ടാർഗറ്റൊക്കെ നോക്കുമ്പോൾ വ്യത്യാസം നല്ല കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഇത് 100 എന്നുള്ളത് 10 കൊടുക്കുക. ഇനി 10ഉം കുറച്ച് കൂടുതലാണ് ഇവിടെ 100 പിപ്പ് അല്ല വരുന്നതെന്നെങ്കിൽ ഇവിടെ 1 കൊടുക്കുക. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ബ്രോക്കറിനനുസരിച്ച് മാറ്റണം. അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രിഡ് മാക്സിമം എത്ര ഓർഡർ വരെ പോകാം. 7 ഓർഡറോടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് 5 3 ഒക്കെ കൊടുക്കാം. കാരണം താഴേക്ക് ഗ്യാപ്പുകൾ വരുമ്പോൾ എത്ര കൊടുക്കണം എന്നാണ്. പിന്നെ വരുന്നത് ബാസ്ക്കറ്റ് TP ഡിസ്റ്റൻസ് ആണ്. ഞാൻ സാധാരണയായിട്ട് കൊടുക്കാറ് കറൻസിയിൽ ഇവിടെ ഗ്രിഡ് ഗ്യാപ്പ് 20 കൊടുക്കും. അതിനുശേഷം ബാസ്ക്കറ്റ് TP 10 കൊടുക്കും. അപ്പോൾ ഉദാഹരണത്തിന് 10 പിപ്പ് 100 വ്യത്യാസത്തിന് 10 പിപ്പ് വ്യത്യാസത്തിൽ എന്ത് ചെയ്യും, നമുക്ക് 10 പിപ്പിൽ ടാർഗറ്റ് അടിക്കും. പിന്നീട് അപ്പം തന്നെ വേറെ ഓർഡർ എടുക്കും. പിന്നീട് 10 പിപ്പ് വരികയാണെങ്കിൽ അത് വീണ്ടും ടാർഗറ്റ് അടിക്കും. പിന്നെ 20 പിപ്പ് വ്യത്യാസം താഴേക്ക് വരികയാണെങ്കിൽ അവിടെ ഓർഡർ വീണ്ടും ഒരു ട്രേഡ് എടുക്കും. ആ രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്യാറ്. പിന്നെ ബാസ്ക്കറ്റ് SL എന്ന് പറഞ്ഞത് ഇവിടെ നമുക്ക് നിങ്ങളുടെ റിസ്ക് അനുസരിച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ SL കൊടുക്കാറില്ല. SL കൊടുക്കാതെ ട്രേഡ് ചെയ്യുന്നത് ഹൈ റിസ്ക് ആണ്. 100% പറയുമ്പോൾ നമ്മൾ ക്യാപിറ്റൽ മൊത്തം ഇത് ചെയ്യാനുള്ള 100% ആണ് ഞാൻ കൊടുക്കൽ. പക്ഷേ നിങ്ങൾക്ക് 10%, 5%, 20% ഒക്കെ നിങ്ങൾ അതിനനുസരിച്ച് കൊടുക്കാൻ പറ്റും. നിങ്ങളായിട്ടുള്ള റിസ്ക് നിങ്ങൾ എടുക്കുക. അതിനനുസരിച്ച് നിങ്ങൾ റിസ്ക് എടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഡെയിലി ഡ്രോ ഡൗൺ ഇത്ര വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ട്രേഡ് ഡിസേബിൾ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഡെയിലി പ്രോഫിറ്റ് നിങ്ങൾക്ക് ഇത്ര വന്നു കഴിഞ്ഞാൽ പിന്നെ അന്ന് ട്രേഡ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് സെറ്റ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യാം, നിങ്ങൾ ഓക്കെ ഇവിടെ ബൈ ഓൺലി കൊടുത്തു. പക്ഷേ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ ചാർട്ട് നോക്കുക. ചാർട്ട് നോക്കിയതിന് ശേഷം ഇപ്പോൾ NSD USD എങ്ങനെയാണ് ചാർട്ട് വന്നിരിക്കുന്നത് നോക്കാം. ഇവിടെ എനിക്ക് താഴേക്കൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട് ഇവിടെ അല്ലേ. ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട് ഇവിടെ. ഇത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. 4 hour കാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഒരു ക്ലോസ് കിട്ടിയപ്പോൾ തന്നെ ഞാൻ സെല്ലിലേക്ക് മാറ്റി. ബൈ എന്നുള്ളത് നേരെ എൻ്റെ ഇതിലേക്ക് വന്നിട്ട് ഇവിടെ സെല്ലോൺലി മാത്രമാക്കി. അപ്പോൾ സെല്ലോൺലി മാത്രമേ സെല്ല് മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ ഇനി ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബോട്ട് ഇവിടെ ബ്ലൂ കളർ കാണിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കോർണറിൽ ബ്ലൂ കളർ കാണിക്കും. അതുപോലെ തന്നെ ഇന്ന് മാർക്കറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇവിടെ വിൻഡോ വരും. അതുപോലെ ഇത് ഓൺ ആക്കുമ്പോൾ ആ സമയത്ത് തന്നെ എന്ത് ചെയ്യും, ഇവിടെ ട്രേഡും വരും. ഓക്കെ, നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഞാൻ NSD USDയിലാണ് കൊടുത്തത്. അതുപോലെ ഇനി നിങ്ങൾക്ക് വേറെ ചാർട്ടിലേക്ക് വേണമെന്നുണ്ട്. ഇപ്പോൾ XI USDയിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചാർട്ട് വിൻഡോ കൊടുക്കാം. അതിനുശേഷം എന്ത് ചെയ്യുക, ഈ ഒരു സ്കാൽപ്പർ ബോട്ട് ഇതിലേക്ക് കൊണ്ടുവരാം. അതിനുശേഷം ഇൻപുട്ടിൽ വന്ന ശേഷം നിങ്ങൾ മാജിക് നമ്പർ മാറ്റി കൊടുക്കുക. മാജിക് നമ്പർ ജസ്റ്റ് ഒരു അക്കം കൂടി ആക്കി കൊടുക്കാം. അതിനുശേഷം പിപ്പും കാര്യങ്ങളൊക്കെ പിന്നീട് നിങ്ങൾക്ക് മാറ്റാം. അതിൽ നിങ്ങൾക്ക് ഈ ഗോൾഡൊക്കെ എടുക്കുമ്പോൾ എപ്പോഴും ലോട്ട് മൾട്ടിപ്ലയർ 1 തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം അതായിരിക്കും റിസ്ക് ഫ്രീ ആയിട്ടുള്ള സംഭവം. പിന്നെ റിസ്ക് ഉണ്ട്, റിസ്ക് എന്നാലും കുറവുള്ളത് സംഭവം അതാണ്. പിന്നെ ഗ്രിഡ് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 100 ഇതുള്ളത് XNS ഒക്കെ ആണെങ്കിൽ ഇത് സ്റ്റാറിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് എൽപ്പയറിലൊക്കെ 100 കൊടുത്താൽ മതി. XNS ആണെങ്കിൽ ഒരു ഇത് റീച്ച് കൂടുതലാവുന്നതുകൊണ്ട് തന്നെ 1000 കൊടുക്കേണ്ടി വരും. അതുപോലെ ബാസ്ക്കറ്റ് TPയും 1000 കൊടുക്കേണ്ടി വരും. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് അതിനുശേഷം ഇപ്പോൾ ഗോൾഡിൽ സെൽ ഓൺലി ആണെങ്കിൽ സെൽ ഓൺലി എടുക്കാം, ബൈ ഓൺലി ആണെങ്കിൽ ബൈ ഓൺലി എടുക്കാം. അതിനുശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഗോൾഡിലും നിങ്ങൾക്ക് ആ ഒരു ട്രേഡ് എടുക്കും. അതിനുശേഷം ചാർട്ട് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അറേഞ്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ഒരുപാട് ചാർട്ടുകളുണ്ട്. ഞാൻ ജസ്റ്റ് ഓണാക്കി അത് നിങ്ങൾക്ക് ഏതെല്ലാം ഇതിൽ ആക്റ്റീവ് ആയിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ NSD USDയിലും അതുപോലെ XI USDയിലും 1 hour കൊടുത്തിരിക്കുന്നത് 1 hour അല്ല വേണ്ടത്, നമുക്ക് 1 minute വേണ്ടത്. 1 minute കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക് 1 minute മാറുന്നതാണ്. ഓക്കെ, 1 hour. ഓക്കെ, ബോട്ട് ഇതാണ് ബോട്ടിൻ്റെത്. ഇവിടെ ഇപ്പോൾ അക്കങ്ങൾ വരാത്തത് എന്തുകൊണ്ട് വെച്ചാൽ ഇന്ന് മാർക്കറ്റ് അവധിയായ കാരണമാണ്. 1 minute ആക്കുമ്പോൾ ഓട്ടോമാറ്റിക് ഇവിടെ 1 minute ആവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ബോട്ട് ആക്റ്റീവ് ആക്കേണ്ടത്. അപ്പോൾ എപ്പോഴും നമ്മൾ സ്ട്രക്ചർ നോക്കിയതിന് ശേഷം 4 hour, ഇപ്പോൾ ഗോൾഡിലാണെങ്കിലും 4 hour, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഇനി ഏത് GBP ആണെങ്കിലും ഒക്കെ യൂസ് ചെയ്യുമ്പോൾ 4 hourൻ്റെ ചാർട്ട് നോക്കിയ ശേഷം ഇവിടെ ബിയറിഷ് ആണ്. ഇനി ബുള്ളിഷ് ആവുന്നത് എങ്ങനെയാണ്, ഇങ്ങനെ താഴേക്ക് വരുമ്പോൾ ഈ ഒരു ഹൈ
ഈ ഒരു ഐ ഒരു 4 hour ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ബുള്ളിഷിലേക്ക് വരും. പിന്നെയും വീണ്ടും താഴേക്ക് വന്ന് ഇവിടെ പോവുകയാണെങ്കിൽ ഇവിടെ ഈ ഒരു ലോ ഒരു 4 hour ക്യാൻഡിൽ താഴേക്ക് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ബെയറിഷ് ആവും. ആ രീതിയിലാണ് ഞാൻ ഇതിൻ്റെ ട്രെൻഡ് നോക്കാറ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആർക്കെങ്കിലും ഇതിലേക്ക് അക്കൗണ്ട് നിങ്ങൾ ലൈവ് അക്കൗണ്ടിലേക്ക് ആക്റ്റീവ് ആക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഇനി ഓൾറെഡി നിങ്ങൾക്ക് XNS അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കത് റെഫറിൽ മാറ്റിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ അൽപ്പാരിയോ അല്ലെങ്കിൽ സ്റ്റാറിലോ പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാലും ഞാൻ ലൈവ് അക്കൗണ്ടിലേക്ക് അത് നിങ്ങൾക്ക് ആക്റ്റീവ് ആക്കി തരുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക, സെൻഡ് അക്കൗണ്ടിൽ മാത്രം ഈ ബോട്ട് ആക്റ്റീവ് ആക്കാൻ ശ്രമിക്കുക. സെൻഡ് അക്കൗണ്ടാണ് ഒന്നുകൂടി ബെറ്റർ. കാരണം മറ്റേത് ഡോളർ അക്കൗണ്ട് പറഞ്ഞാൽ വലിയ എമൗണ്ട് നമുക്ക് പോകുന്നതാണ്. അതുകൊണ്ട് സെൻഡ് അക്കൗണ്ട് ആയിട്ട് നല്ലത്. ഓക്കെ, അപ്പോൾ ഏതായാലും അടുത്ത വീഡിയോ നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.